ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ ശക്തമായ നിലയിലാണ് ഇംഗ്ലണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 358 റൺസിന് മറുപടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് 544 റൺസാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. 3 വിക്കറ്റുകൾ കൂടി ശേഷിക്കെ 186 റൺസിന്റെ ലീഡാണ് മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാലാം ടെസ്റ്റിന്റെ മൂന്നാം ദിനത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അനാലിസിസ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 150 റൺസിന്റെ പ്രകടനവുമായി ജോ റൂട്ടാണ് ഇന്നലെ ഇംഗ്ലണ്ട് ബാറ്റിംഗിന് നട്ടെല്ലായി മാറിയത്. ഒലി പോപ്പിനൊപ്പവും അതേപോലെ തന്നെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനൊപ്പവും നിർണായക പാർട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്ത് ഇംഗ്ലണ്ടിന് അനിവാര്യമായ ലീഡിലേക്ക് തന്നെയാണ് ജോ റൂട്ട് ഇന്നലെ നയിച്ചത്. റിട്ടയർഡ് ഹെർട്ടായി മടങ്ങിയതിനു ശേഷം 8ാം വിക്കറ്റിൽ വീണ്ടും ബെൻ സ്റ്റോക്സ് ആണ് ഇപ്പോൾ ബാറ്റിംഗിനായി എത്തിയിരിക്കുന്നത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 77 റൺസുമായി ബെൻ സ്റ്റോക്സും 21 റൺസുമായി ഡാവ്സനുമാണ് ക്രീസിലുള്ളത്. 3 വിക്കറ്റുകൾ ശേഷിക്കെ ഒന്നാം ഇന്നിംഗ്സിൽ 186 റൺസിന്റെ മികച്ച ലീഡും ഇംഗ്ലണ്ട് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിനെ വലിയൊരു ലീഡിലേക്ക് നയിച്ചതിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ പിഴവുകളും ഇപ്പോൾ ക്രിക്കറ്റ് ലോകം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗില്ലിന്റെ പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യൻ മുൻതാരമായ സഞ്ജയ് മഞ്ജരേക്കർ രംഗത്തെത്തിയിരുന്നു. ലഭ്യമായ ബോളിംഗ് ഓപ്ഷനെ ശരിയായ രീതിയിൽ ഗിൽ വിനിയോഗിക്കുന്നില്ല എന്നായിരുന്നു മഞ്ജരേക്കർ ചൂണ്ടിക്കാണിച്ചത്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഒന്നാം ഇന്നിംഗ്സിൽ ഇടംകൈയൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ വാഷിംഗ്ടൺ സുന്ദറിനെ ദീർഘനേരം ബോളിംഗിൽ നിന്ന് മാറ്റി നിർത്തിയത് തന്നെയാണ് ഗില്ലിന്റെ ആദ്യ പോരായ്മയായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാം ദിനം ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുൻപ് 69ാം ഓവറിൽ മാത്രമാണ് വാഷിംഗ്ടണിന് ആദ്യമായി ബോളിംഗിനായി അവസരം നൽകിയത്. തന്റെ 5ാം ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത അദ്ദേഹം ഇത്രയും സമയം തനിക്ക് അവസരം നൽകാതിരുന്ന ഗില്ലിന്റെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. 2 നിർണായക വിക്കറ്റുകളായിരുന്നു സുന്ദർ മൂന്നാം ദിനം സ്വന്തമാക്കിയത്. പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി ബോളർമാരെ കൃത്യമായ രീതിയിൽ വാഷിംഗ്ടൺ വിനിയോഗിക്കണമെന്നാണ് മുൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ ഇവിടെ വിമർശിക്കുന്നത്. ഗില്ലിന്റെ ബോളിംഗ് സെലക്ഷനുകളിൽ ജസ്പ്രീത് ബുംറയും ഗൗതം ഗംഭീറും KL രാഹുലും തൃപ്തനല്ല എന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗിൽ ബോളിംഗ് ഓപ്ഷനുകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് കഴിഞ്ഞ ദിവസം സുനിൽ ഗവാസ്കറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണം. സഞ്ജയ് മഞ്ജരേക്കറുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്യാപ്റ്റൻസിയിൽ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.